പോയി? പ്രമുഖ പ്രവാസി സംഘടനകൾ എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? പ്രവാസി പ്രമുഖർ എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? പ്രവാസി സെലിബ്രിറ്റികൾ, ഇൻഫ്ലുവൻസർമാർ എവിടെ പോയി? ആർക്കും ഒരു അനക്കവും ഇല്ല. പാവപ്പെട്ട അർഹതപ്പെട്ട പ്രവാസികളുടെ പെൻഷൻ തടഞ്ഞു വെക്കാനായിട്ട് തുടങ്ങിയിട്ട് 3 മാസമായിരിക്കുകയാണ്. മെയ്, ജൂൺ, ജൂലൈ 3 മാസമായിട്ട് അർഹതപ്പെട്ട പ്രവാസികളുടെ അവകാശമായിട്ടുള്ള പ്രവാസി പെൻഷൻ പാവപ്പെട്ട പ്രവാസികൾക്ക് ലഭിക്കാതിരുന്നിട്ട് 90 ദിവസവും കഴിഞ്ഞ് 100 ദിവസങ്ങൾ പിന്നിടാനായിട്ട് പോവുകയാണ്. ആർക്കും ഒരു അനക്കവും ഇല്ല. ആർക്കും പറയുകയും വേണ്ട, മൊഴിയുകയും വേണ്ട, എഴുതുകയും വേണ്ട. എല്ലാത്തിൻ്റെയും വായിൽ പഴവും തിരുവി ഇരിക്കുകയാണ്. അനുഭവിക്കുന്നതാകട്ടെ പാവപ്പെട്ട പ്രവാസികൾ. ആദ്യം പാവപ്പെട്ട പ്രവാസികൾ പെൻഷൻ മുടങ്ങിയപ്പോൾ പറഞ്ഞു, പിന്നെ പ്രതിഷേധിച്ചു, പിന്നെ കരഞ്ഞു, പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തു. എന്നിട്ടും ശങ്കരൻ തെങ്ങിന്റെ മണ്ടയിലാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും സർക്കാരിന്, പുതിയ സർക്കാരിന് യാതൊരുവിധ അനക്കവും ഇല്ല. എന്തെങ്കിലും ചോദിച്ചാൽ ന്യായീകരണത്തിന് വേണ്ടി നീ പിണറായിലൂടെ ചോദിക്കടാ, നീ എന്തിനാണ് നമ്മളോട് ചോദിക്കുന്നത്? നിങ്ങളല്ലേ ഭരിക്കുന്നത്, പിന്നെ നിങ്ങളോട് അല്ലാതെ പിന്നെ വേറെ ആരോടെ ചോദിക്കുന്നത്? 2 മാസമല്ലേടാ അയാള്? ഇപ്പം ഇങ്ങനെ നിങ്ങൾ വന്ന് 5 വർഷം വരെ ഇനിയിപ്പോൾ പെൻഷൻ മേടിക്കാൻ വേണ്ടി പ്രവാസികൾ വെയിറ്റ് ചെയ്യണോ? അവർ 100-350 രൂപ മാസം അടച്ചിട്ട് അവർക്ക് അവകാശങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ ഈ ട്രഷറിയിൽ പൈസ ഇട്ട് മറ്റു പലതിനും ഇതിനുമായിട്ട് എടുത്തില്ലേ? ഈ കാലത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം മുടങ്ങിയായിരുന്ന? ഏതെങ്കിലും സർക്കാർ പെൻഷൻകാരന് പെൻഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളെ മന്ത്രിമാർക്കാർക്കെങ്കിലും പെൻഷനോ അല്ലെങ്കിൽ ഈ ശമ്പളമോ കാര്യങ്ങളോ എല്ലാം മുടങ്ങിയിരുന്ന? ഇല്ല. അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തു. പാവപ്പെട്ട പ്രവാസികളെ മാത്രം ഇങ്ങനെയിട്ട് ചവിട്ടത്തേക്കാണ്. വെറുമില്ല മറ്റോമാരാണെന്ന് വിചാരിക്കരുത്. ഇനിയിപ്പം പ്രവാസികൾ ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം പ്രവാസികളും കൂടെ ബാക്കിയുള്ളതും കൂടെ നിർത്തിയിട്ട് നാളെ ഇങ്ങനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ആശാവർക്കർമാർ പ്രതിഷേധിക്കുന്നത് പോലെ അതിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇപ്പം നിരാഹാരം കിടക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? സർക്കാരെ എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥയെന്ന് പറയുന്നത്? എത്ര ദിവസമായി? പിന്നെ കുറേ സംഘടനകൾ പോയി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനവും മറ്റും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എവിടെ പരിഹരിക്കാൻ, എവിടെ ഇതാവാൻ? കുറേ നാളായിട്ട് ഇങ്ങനെ പോവേണ്. ഇതാണ് ബഡ്ജറ്റിൽ പ്രവാസികൾക്ക് വേണ്ടി തുക മാറ്റി വെച്ചില്ല എന്നതിനെ സംബന്ധിച്ച് അന്നേ പ്രതിഷേധിക്കുമ്പോൾ പിന്നീട് കിട്ടും, പിന്നീട് മറയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അനുഭവിക്കാന്നല്ലാതെ എന്താ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയാണ് പാവപ്പെട്ട പ്രവാസികൾ. 60 വയസ്സ് കഴിയുമ്പം അവർക്ക് മരുന്നും ആഹാരവും അവരുടെ അല്ലറ ചില്ലറ ചെലവുകളൊക്കെ ആരുടെ മുന്നിൽ കൈനീട്ടാതെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് പാവപ്പെട്ട പ്രവാസികൾ ഈ ബോർഡിനെയും മാറി മാറി വരുന്ന സർക്കാരുകളെയും വിശ്വസിച്ച് പെൻഷൻ തുക അടച്ചത്. അതിപ്പം പെൻഷൻ തുകയില്ല, പെൻഷനും കിട്ടുന്നില്ല. ഇങ്ങനെ അതുമല്ല, ഈ കണ്ണീരിന്റെ പേരിൽ, ഇതിന്റെ പേരിൽ ഇങ്ങനെ സർക്കാരിനോടും മറ്റുള്ള സംവിധാനങ്ങളോടും ഇങ്ങനെ നടന്ന് ഇരക്കേണ്ടിയുള്ള അവസ്ഥയാണ്. എന്ന് നന്നാവോ, എന്ന് ശരിയാവും, എന്ന് പെൻഷൻ വരും എന്നറിയാൻ വയ്യ. വരുമ്പോൾ വരട്ടെ. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ, പ്രമുഖന്മാരാരും ചെയ്തില്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള കുറേ പ്രവാസികൾ ഈ ഒരു പ്രവാസി പെൻഷന് വേണ്ടി